ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ചീസി ഗാർലിക് ബ്രെഡ് സ്റ്റിക്സ് ആണ്. ഇത് നമ്മളുടെ ഡോമിനോസിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. ഒരു 4 ഇൻഗ്രീഡിയൻസ് മതി ബ്രെഡ് കൂടാതെ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറാണ്. ബട്ടർ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് അത് നല്ലപോലെ ഒന്ന് തണുത്ത് ഒരു സോഫ്റ്റ് ആയ പരുവത്തിലായിരിക്കണം ബട്ടർ. അത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. അത് ഇപ്പോൾ ഫ്രഷ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈഡ് കൊറിയാണ്ടർ ലീവ്സ് കിട്ടും, അതിട്ടാലും മതി. അത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഫൈനായിട്ട് ക്രഷ് ചെയ്തതായിരിക്കണം. ഇനി അടുത്തത് വേണ്ടത് നമ്മളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗാർലിക്കാണ്. ഒരു 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതോ അരിഞ്ഞതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗാർലിക് പ്രസ്സിൽ വെച്ച് ഞെക്കിയതോ അങ്ങനെയുള്ളതോ ആയിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മളുടെ ഓരോരുത്തരുടെ സ്പൈസിനെസ്സിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഈ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അത് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ ഒരു 1.25 സ്പൂണാണ് ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ശരിക്കും ഇനി ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ഇത് ചേർക്കുമ്പോൾ. അത് വേറെ ഒന്നുമല്ല, ഒറിഗാനോ ആണ്. അതൊരു 2 നുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് തേച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബട്ടറിൻ്റെ മിക്സ് ഈ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഓരോ സൈഡിലായിട്ട് തേച്ച് കൊടുക്കുക. ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നല്ലതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എടുക്കുമ്പോൾ മല്ലിയിലയും ഗാർലിക്കൊക്കെ വലുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തില്ല ബ്രെഡിൻ്റെ പൊക്കത്തേക്ക് ബട്ടർ. അതുകൊണ്ടാണ് പറഞ്ഞത് തീരെ പൊടിയായിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ച് കൊടുക്കണം. ചീസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ചീസ് സ്ലൈസസും വെച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് മോസറല്ല ചീസ് വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ചീസ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചും ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ചീസ് വെക്കുന്നതാണ് കേട്ടോ കുറച്ച് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി മോസറല്ല ചീസ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണോളം മോസറല്ല ചീസ് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾക്ക് സ്പൈസിനെസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ വറ്റൽമുളക് നേരത്തെ എടുത്ത ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, എരിവ്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയല്ല വറ്റൽമുളകിൻ്റെ തരികൾ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയുടെ മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൊണ്ട് ഇതിന് വലിയ എരിവില്ല. നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവ് അനുസരിച്ചും നിങ്ങളുടെ സ്പൈസിനെസ്സിനനുസരിച്ചും അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ നമ്മളുടെ ബട്ടർ അപ്ലൈ ചെയ്ത മിക്സ് ഇതുപോലെ ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത ബ്രെഡിൻ്റെ വശം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും ടോപ്പിലുള്ള ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിൽ നമ്മളുടെ ബട്ടറിൻ്റെ മിക്സ് ഉണ്ടാവില്ല. ഇനിയാണ് നമ്മളതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ആയി കിട്ടാനായിട്ട് 1 മിനിറ്റ് തന്നെ മതിയാവും. ഇതിൽ ആ ബട്ടറൊന്ന് ചൂടായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു സമയമേ ഉള്ളൂ, മതി. അപ്പോൾ നമുക്ക് 2 വശം എല്ലാം കൂടി നമുക്കിതൊരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ ബ്രെഡും ബട്ടറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ടൊമാറ്റോ കച്ചപ്പിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ടൊമാറ്റോ കച്ചപ്പും ഈ ഒരു ബ്രെഡ് സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണത്. ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഈ ഒരു കളർ വരെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞൊരളവിന് ഒരു 3 സെറ്റ് 6 ബ്രെഡ് പീസസ് പറ്റും. അപ്പോൾ ഞാൻ ഇതിനി ഒരു സിസേഴ്സ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിക്സ് ആക്കുകയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് മതി. ബ്രെഡ് അല്ലാതെ ഒരു 4 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടെങ്കിൽ ഇതിൽ ഒറിഗാനോ ശരിക്കും ഓപ്ഷണലാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ വൈകുന്നേരമൊക്കെ കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.
ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.